മലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റുപോലും അമർന്നു പോകുന്ന ശബ്ദം. കൊടുമ്പാവിയായ മനുജനു വേണ്ടി പറുദീസപ്രനതാം ശബ്ദം. കാൽവരിയിൽ നിന്നും മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്കായി മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ ശാന്തമായ ഒരു രാത്രി ഇന്ന് രാത്രിയിലും കർത്താവ് നമുക്ക് നൽകി തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടും ഈ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലും ദൈവം നമുക്ക് ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. പലപ്പോഴും നാം അവിശ്വസ്തരായി ദൈവസന്നിധിയിലായിരിക്കുമ്പോഴും വിശ്വസ്തനായി നിന്ന് നമ്മോട് ചേർന്നിരിക്കുന്ന, നമ്മോട് കരുണ കാണിക്കുന്ന നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം ഇല്ല. ഇന്ന് രാത്രിയിലും ആ ദൈവത്തിന് സകല നന്ദിയും മഹത്വവും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. കാൽവരിനാഥം മിനിസ്ട്രിയുടെ പാടിസ്തുതിക്കാമെന്ന ജീവിത സാക്ഷി പ്രോഗ്രാമിന്റെ 107ാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്നത്. 106 എപ്പിസോഡുകളെ ദൈവം ഏറ്റവും അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ കൃപയാൽ അനേക ആളുകളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ വെളിച്ചം ഉണ്ടാകുവാൻ അതിലൂടെ ഇടയായി എന്നോർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ചില ജീവിത അനുഭവങ്ങളും ഗാനങ്ങളും നാം കേൾക്കുമ്പോൾ ദൈവനാമം അതിലൂടെ മഹത്വപ്പെടുവാനിടയാകട്ടെ. കർത്താവിന്റെ ദാസി സിസ്റ്റർ സാലി ജോസഫ് കല്ലിശ്ശേരി ഇന്ന് രാത്രിയിൽ നമ്മോടുകൂടെയുണ്ട്. മുമ്പ് 45ാമത്തെ എപ്പിസോഡിൽ പ്രിയ സഹോദരിയുടെ ജീവിത അനുഭവങ്ങളും താൻ എഴുതിയ ചില ഗാനങ്ങളും അതിന്റെ അനുഭവങ്ങളൊക്കെ നാം കേൾക്കുവാനായിട്ട് ഇടയായി. എന്നാൽ ഇന്ന് രാത്രിയിൽ വീണ്ടും തന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ എഴുതിയ ചില ഗാനങ്ങൾ, ഏതാണ്ട് 3-4 ഗാനങ്ങൾ ഇന്ന് രാത്രി കേൾക്കുവാനും ആ ഗാനത്തിന്റെ അനുഭവങ്ങൾ ശ്രദ്ധിക്കുവാനും ദൈവം നമ്മെ അനുവദിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനേക സ്ഥലങ്ങളിൽ കാലാവസ്ഥ പ്രതികൂലമാണ് എങ്കിലും ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും എല്ലാം ഇന്ന് രാത്രിയിൽ നമുക്ക് അനുകൂലമായി തരുന്നതിന് വേണ്ടി നാം മുട്ടിപ്പായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെയായിരിക്കാം. നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ ഇതൊരു ആത്മീയ ശുശ്രൂഷയാകിയാൽ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് ചെയ്യുന്ന നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഉപകാരങ്ങൾക്കും ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. കർത്താവേ, ഞങ്ങളെല്ലാം അവിടുത്തെ കരങ്ങളിലെ ആടുകളാണ്. അവിടുന്ന് പറയുന്നുണ്ട്, ക്ഷീണമുള്ളതിനെ, രോഗമുള്ളതിനെ തോളിലെടുത്ത് വഴി നടത്തുന്ന കർത്താവാണ്. കഴിവുള്ളതിനെ നടത്തിക്കൊണ്ടുവരുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ തോളിലെടുത്ത് വഴി നടത്തുന്ന അവിടുത്തെ അളവില്ലാത്ത സ്നേഹത്തിന്, ആ കരുതലിന്, കരുണയ്ക്ക് ഞങ്ങളെ കൊണ്ട് നന്ദി പറയും. കർത്താവ് 106 എപ്പിസോഡുകളെ ദൈവം അനുഗ്രഹിച്ചതിനേക്കാൾ 107ാം എപ്പിസോഡിനെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണം. യാതൊരു തടസ്സവും ഉണ്ടാകുവാനിടയാകാതെ കർത്താവെ സൂക്ഷിക്കണം. സംസാരിക്കുന്ന സൗകര്യസൗരന്മാരെ എല്ലാം ദൈവം ശക്തിപ്പെടുത്തണം. പാട്ടുകൾ പാടുവാനും അത് വളരെ അനുഗ്രഹീതമായി കേൾക്കുവാനും ദൈവം കൃപ ചെയ്യണമേ. ശുശ്രൂഷ എല്ലാം ദൈവം അനുഗ്രഹിക്കണം. ആദ്യോടന്തം അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിനാലോടെ നിറയ്ക്കണമേ. എല്ലാ കൃപകളാലും അനുഗ്രഹിക്കണം. പ്രാർത്ഥനയോടെ ആരംഭിക്കട്ടെ. ചില ഹൃദയങ്ങളെ ഇന്ന് രാത്രി തൊടുവാൻ ഇടയാകണം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ഓർപ്പിച്ചു, 107ാമത്തെ എപ്പിസോഡാണ് ഇന്ന് രാത്രി നാം പങ്കെടുത്തിരിക്കുന്നത്. കർത്താവിന്റെ ദാസിദാസന്മാർ ഇന്ന് രാത്രി നമ്മോടുകൂടെയുണ്ട്. വളരെ പ്രാർത്ഥനയോടെ അവരോടുകൂടെ, അവരുടെ അനുഭവങ്ങളോടുകൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസി സിസ്റ്റർ സാലി ജോസഫ് കല്ലിശ്ശേരി 45ാമത്തെ എപ്പിസോഡിൽ സാലി ജോസഫ് ഡാളസ് എന്ന നിലയിൽ ചില ഗാനങ്ങൾ കേൾക്കുവാൻ നമുക്കിടയായി. തന്റെ ജീവിതത്തിന്റെ ചില അനുഭവങ്ങൾ ശ്രദ്ധിക്കുവാൻ നമുക്കിടയായി. ഇന്ന് ആ അനുഭവങ്ങളിലേക്ക് പറഞ്ഞു നീർത്ത് മാറ്റിവെച്ച അനുഭവങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല എങ്കിലും
ചില ഗാനങ്ങൾ, താൻ എഴുതിയ അനേക ഗാനങ്ങളിൽ ചില ഗാനങ്ങൾ അതിൻ്റെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. പത്തനംതിട്ടയിൽ പുന്നല എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന് കല്ലിശ്ശേരിയിൽ ചാക്കോ തോമ എന്ന് പറയുന്ന വലിയവനായ ഒരു കർത്താവിന്റെ ദാസന്റെ ഇളയ മകനെ വിവാഹം ചെയ്ത് കല്ലിശ്ശേരിയിലേക്ക് കടന്നു വരികയും ഒരു അധ്യാപക ശുശ്രൂഷയിൽ ആദ്യം ആരംഭിച്ചുവെങ്കിലും പിന്നീട് അത് മാറി ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക്, യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ഒരു ജീവിതം. കർത്താവുമായിട്ട് അഭേദ്യമായ ബന്ധത്തിൽ തുടർന്നു വരുന്ന സമയത്ത് അനേക വചനങ്ങളും വാക്കുകളും തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഹൃദയത്തെ ശക്തമായിട്ട് ഉലയ്ക്കുകയുണ്ടായി. അത് മാത്രമല്ല, ജീവിതാനുഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും എല്ലാം തിരിച്ചറിഞ്ഞു. അത് ഗാനങ്ങളായി രൂപപ്പെട്ടു. വരികളും ആശയങ്ങളും അത് ട്യൂണും എല്ലാം അതിൽ നിറഞ്ഞു. പാടുന്നവർക്ക് മനസ്സ് ആശ്വസിക്കത്തക്ക നിലയിൽ അനുഗ്രഹീതമായ ഈണങ്ങളായി അത് രൂപപ്പെട്ടു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസി നമ്മോടുകൂടെ ആയിരിക്കുമ്പോൾ ആ അനുഭവങ്ങളിലേക്ക് നാം കടന്നു പോവുകയാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ 4 ഗാനങ്ങൾ നാം കേൾക്കുകയാണ്. ആ അനുഭവങ്ങൾ, ആ ഗാനങ്ങളുടെ അനുഭവങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. കർത്താവിന്റെ ദാസി എഴുതിയ ഗാനങ്ങൾ ഇന്ന് ആലപിക്കുന്നത് കർത്താവിന്റെ ദാസൻ ബ്രദർ ജെയിംസ് കൊടുന്തറ കുമ്മനാട് അവറുകളും പ്രിയമകൾ അക്സാറ്റി സന്തോഷമാണ്. പ്രിയ ജെയിംസ് സഹോദരന്റെ ഭാര്യ സഹോദരിയാണ്, റിലേഷനാണ്, സഹോദരിയാണ്. പ്രിയദാസിയും ഓർത്ത്, ആ ബന്ധത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭ ഗാനത്തിലേക്ക് കടന്നു വരുമ്പോൾ, സിയോനിൻ രക്ഷകനാം എന്നെ യേശുപര, നീയാണൻ രക്ഷകൻ യേശുനാഥ, കഷ്ടത്തിൽ തീച്ചൂളയിൽ കൂടി നടന്ന അപ്പോൾ നീ എന്നെ താങ്ങി വഴി നടത്തി. ഈ മരുപ്രയാണത്തിൽ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, വഞ്ചന വന്നിടിലും നിന്നിൽ ഞാൻ ചാരിടുന്നു, നീ മാത്രമാണ് എനിക്ക് ആശ്രയഹേതു. ഈ ഗാനത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയ സഹോദരിയോട് ഞാൻ ചോദിക്കുന്നു, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ധാരാളം നേരിട്ട സന്ദർഭങ്ങളിലും കർത്താവിന് വേണ്ടി നിലനിന്ന അനുഭവങ്ങൾ, കർത്താവിന് വേണ്ടി എത്രമാത്രം ശക്തമായിട്ട് നിലനിന്നു. വഞ്ചകനായ സാത്താൻ ജീവിതത്തിന്റെ അനേക അനുഭവങ്ങളിൽ നമ്മെ പരിശോധിക്കുമ്പോൾ എങ്ങനെ നിലനിൽക്കാനായിട്ട് കഴിഞ്ഞു? ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴും അതിലുപരിയായ പ്രതിസന്ധികളും കഷ്ടതകളും രോഗങ്ങളും ഒക്കെ വരുമ്പോൾ ഈ ഗാനത്തിൽ ആ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരുന്നു ആ ജീവിതത്തിന്റെ അനുഭവം? മാത്രമല്ല, ഈ ഗാനം എഴുതാനുണ്ടായ സാഹചര്യവും പ്രിയദാസി നമ്മോട് അറിയിക്കും. പ്രിയ സാലി സഹോദരി എല്ലാ പ്രാർത്ഥനയോടും സ്നേഹത്തോടും കൂടെ ഈ സമയം ഉപയോഗിക്കാനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു പ്രോഗ്രാമില് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം വീണ്ടും ദൈവം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകാല ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. അതുപോലെ ബ്രദർ സന്തോഷിനും അതുപോലെ മാമൻ കുര്യൻ സഹോദരനും എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പ്രോഗ്രാമില് പാടുവാനായിട്ട് ഓൾറെഡി പറഞ്ഞു, സഹോദരൻ പറഞ്ഞ ജെയിംസും അതുപോലെ എക്സാമോളുമാണ് പാടുന്നത്. അവരെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ. ഈ വെതറിന്റെ പ്രയാസവും, ഞാൻ ഇതുവരെയും കറണ്ടൊന്നും പോകാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ ദൈവത്തില് ആശ്രയിച്ച് സന്തോഷിച്ചിരുന്നപ്പോഴാണ് കറണ്ട് ഇപ്പോൾ പോയിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സഹോദരൻ പറഞ്ഞ പോലെ ഒരു എപ്പിസോഡ് നമുക്ക് നേരത്തെ ചെയ്യുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ വീണ്ടും ഒരു പ്രോഗ്രാമിലേക്ക് ഇങ്ങനെ ക്ഷണിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ എൻ്റെ സാക്ഷ്യം ഞാൻ പറയേണ്ടതായിട്ടുള്ള ആവശ്യം, എൻ്റെ സാക്ഷ്യം ഇനിയും പറയേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. കാരണം എപ്പിസോഡ് 45 അതെല്ലാം പറയുന്നുണ്ട്. എന്നാലും പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഞാനൊരു പുന്നല എന്ന ഗ്രാമപ്രദേശത്ത് ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിക്കുവാനും ജനിച്ചു വളർത്തപ്പെടുവാനും ആത്മീയമായ ഒരു പശ്ചാത്തലത്തിൽ വളരുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. എൻ്റെ 9ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതുപോലെ 15ാമത്തെ വയസ്സിൽ സ്നാനപ്പെടുവാനും കർത്താവ് ഇടയാക്കി. അങ്ങനെ അവിടെ ആത്മീയമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ കുട്ടിക്കാലം കഴിഞ്ഞു കൂടുവാനായിട്ട് ദൈവം ഇടയാക്കി. SBS അതുപോലെ മറ്റ് ആത്മീയ പ്രവർത്തനങ്ങള്, ഈ കൺവെൻഷനുകള്, അങ്ങനെയുള്ള പല മീറ്റിങ്ങുകൾക്കൊക്കെ അറ്റൻഡ് ചെയ്യുവാനായിട്ട് കർത്താവ് സഹായിച്ചു കൊണ്ടിരുന്നു. എന്നാൽ
എൻ്റെ 20ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞ് എനിക്ക് കല്ലിശ്ശേരിയിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ കല്ലിശ്ശേരിയിൽ എൻ്റെ ജീവിതം 3 വർഷത്തോളം ഇവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു മകൻ ജനിച്ചു. ഞങ്ങൾ 3 വർഷം കഴിഞ്ഞ് 1992 USA പോകാനായിട്ട് ദൈവം ഇടയാക്കി. അവിടെ ഞങ്ങൾ ഏകദേശം 30-31 വർഷം USA അത് കഴിഞ്ഞ് ആ സമയത്ത് ദൈവം വീണ്ടും ഒരു ആൺ പൈതലിനെ കൂടി തന്നു. എൻ്റെ മൂത്ത മകൻ ഓൾറെഡി മാരീഡാണ്. എനിക്ക് 2 ഗ്രാൻഡ് ചിൽഡ്രൻസ് ഉണ്ട്. അവരും ക്ഷേമമായിട്ടിരിക്കുന്നു. പ്രത്യേകാൽ അവരെ എൻ്റെ ഇളയ മകനെയും പ്രത്യേകാൽ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് യാചിക്കുന്നു. 2023 ഞാനും എൻ്റെ ഹസ്ബൻഡും USA നാട്ടിലേക്ക് പോരാം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ നാട്ടിൽ ഇപ്പോൾ ഇവിടെ ആയിരിക്കുകയാണ്. ദൈവം ഞങ്ങളെ നടത്തുന്നു എന്ന് പ്രത്യേകാൽ പറയട്ടെ. കാരണം നമുക്കറിയാം, ഇപ്പോൾ തന്നെ ഇത് കാണാനിടയാകുന്നുണ്ട്. ഡാലസിൽ വെച്ച് വലിയ പ്രശ്നങ്ങള് നമുക്ക് ഇലക്ട്രിസിറ്റിക്കോ ഒന്നും അങ്ങനൊന്നും വരുന്നില്ല. എന്നാല് ഇവിടെ വളരെ പ്രയാസങ്ങളും ഒക്കെയും ഉണ്ട്. എന്നാൽ കർത്താവ് നമ്മളെ ഓരോ ദിവസവും വഴി നടത്തുന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ കർത്താവിന്റെ കൃപ ഈ ദിവസങ്ങളിൽ അനുഭവിച്ചുകൊണ്ട് പോകുവാനായിട്ട്, കാരണം നമുക്കറിയാം ഒരു 31 years USA താമസിച്ചിട്ട് ഇവിടെ വന്നുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസങ്ങളുണ്ട്, ശാരീരികമായും മാനസികമായും. എന്നാലും കർത്താവ് വളരെ ഞങ്ങളെ അത്ഭുതകരമായി വഴി നടത്തുന്നു. ഞങ്ങള് ഇനി തിരിച്ചിവിടെ വരാനായിട്ട് കാരണം കൂടുതൽ ആത്മീയ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടണം. ഞാൻ അത് വളരെ ആഗ്രഹിക്കുന്നുണ്ട്. അന്നേരം ആ രീതിയിലൊക്കെയും ആയിരിക്കാനായിട്ടാണ് ദൈവം അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കണം. കഴിഞ്ഞ 31 years USA കർത്താവിൻ്റെ പരിപാലനം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആത്മീയമായിട്ടൊക്കെയും ചർച്ചിൽ പ്രവർത്തിക്കുവാനും ഞാൻ പ്രത്യേകിച്ച് എക്സ്പെഷ്യലി സിസ്റ്റേഴ്സ് മീറ്റിങ്ങുകൾക്കൊക്കെയും ആക്റ്റീവായിരിക്കാനൊക്കെയും കർത്താവ് എന്നെ ഇടയാക്കി. അതുപോലെ കർത്താവ് ഏത് രീതിയിലാണ് എന്നെ പറ്റി തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ, കാരണം നമ്മൾ മനുഷ്യർ പലതും ആഗ്രഹിക്കും. എന്നാൽ കർത്താവിൻ്റെ വഴികളും വിചാരങ്ങളും നമ്മൾ ആഗ്രഹിക്കുകയോ ചെയ്യുന്നത് പോലെയല്ല. അവൻ്റെ വിചാരങ്ങളും അവൻ്റെ വഴികളും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഐശയ്യ 55:8-11 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു ഫേമസ് പോർഷനാണ്. റിയലി ദിസ് ഇസ് മൈ കീ വേർഡ് ഓർ കീ പോർഷൻ ഫ്രം ദ ബൈബിൾ. കാരണം ഞാൻ എപ്പോഴും വായിക്കുകയും അതിൽ ട്രസ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം കർത്താവിൻ്റെ വഴികളും വിചാരങ്ങളിലും അതിൽ പ്രാർത്ഥിച്ചുകൊണ്ടും അതിൽ ചിന്തിച്ചുകൊണ്ടും അവൻ്റെ ഹിതപ്രകാരം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ നമ്മൾ വായിക്കുന്നുണ്ട്, താഴോട്ട് വായിക്കുമ്പോൾ 11 വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം അത് വെറുതെ അവൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. നമുക്കറിയാം, നമ്മുടെ ഈ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ ഓരോരുത്തരെയും ദൈവം കണ്ടിരുന്നതാണ്. അന്നേരം ആ കർത്താവ് നമ്മളെ ഇവിടേക്ക് ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് അവൻ്റെ ഇഷ്ടം സാധിപ്പിക്കാനായിട്ടാണ്. അന്നേരം നമ്മൾ ഓരോരുത്തരും അവൻ്റെ കൈകളിൽ ഫലമേൽപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഏഴയെയും അവൻ്റെ കൈകളിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കണം. അതിനുള്ള കൃപ ദൈവത്തിൽ നിന്ന് ഏഴയ്ക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഏഴയെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. ഞാൻ അധികം എൻ്റെ ബാക്ക്ഗ്രൗണ്ടോ ഇൻട്രൊഡക്ഷനോ ആ രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് തുടർന്നും ഗാനങ്ങളിലേക്കൊക്കെയും പോകാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു ആൻറ്റി. വളരെ അനുഗ്രഹീതമായ ജീവിതാനുഭവങ്ങളിലൂടെയാണ് ചില ഗാനങ്ങൾ കർത്താവിൻ്റെ ദാസി എഴുതിയത്. പ്രാരംഭ ഗാനം നാം കേൾക്കാനായിട്ട് പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ ജെയിംസ് ഷാൻ അത് ആലപിക്കും. സിയോനിൻ രക്ഷകനാം എന്നെ യേശുവര, നീയാണൻ രക്ഷകൻ യേശുനാഥ. ഈ ഗാനമാണ് പ്രാരംഭമായിട്ട് കേൾക്കുന്നത്. അതിൻ്റെ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയതും മറ്റും. അതിൻ്റെ വാക്കുകളിലൂടെ കേട്ട് നമുക്ക് ആ ഗാനത്തിലേക്ക് തിരിയാം. ഓക്കെ, താങ്ക് യു. സിയോനിൻ രക്ഷകൻ എന്ന സോങ് ഞാൻ 2016 എഴുതുന്നത്. എൻ്റെ ഗാനങ്ങൾ ഞാൻ എഴുതാൻ തുടങ്ങിയത് 2006
അങ്ങനെ പല ഗാനങ്ങൾ എഴുതി വന്നതിൽ ഇതെൻ്റെ 14th സോങ് ആണ്, 14ാമത്തെ സോങ് ആണ്. പക്ഷെ ഞാൻ ഒരു CD മ്യൂസിക് കാർഡ് USB റിലീസ് ചെയ്യാനായിട്ടിടയായ ഒരു ആൽബം. അതിൽ ആദ്യത്തെ പാട്ടാണ് ഈ സിയോനിൻ രക്ഷകൻ എന്ന ജെയിംസ് ആണ് പാടിയിരിക്കുന്നത്. അതിൻ്റെ ടൈറ്റിൽ കൊടുത്തേക്കുന്നതും സിയോനിൻ രക്ഷകൻ എന്നാണ്. നമുക്കറിയാം സിയോൻ എന്ന വേർഡ് നമ്മൾ ബൈബിളിൽ എവിടെ നോക്കിയാലും, ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്, അതുപോലെ സാംസിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാവുന്ന ഒരു പദമാണ്. കർത്താവിൻ്റെ പർവ്വതം എന്ന് പറയാൻ പറ്റില്ല, മല, യെരൂശലേമിലുള്ളതായ ആ മലയെ നമ്മൾ ബൈബിളിൽ ഏത് ഭാഗത്തും കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതായത് ഓൾഡ് ടെസ്റ്റ്മെന്റ് 152 ടൈമിൽ പറയുന്നുണ്ട്. അതുപോലെ സാംസിൽ നമ്മൾ 32 ടൈം കാണുന്നു. ന്യൂ ടെസ്റ്റ്മെന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊട്ടേഷൻ രീതിയിൽ എന്തെങ്കിലും 4-5 ടൈമിൽ കാണുന്നുണ്ട്. അങ്ങനെ സിയോൻ 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 എന്നുള്ള പദം നമ്മളിങ്ങനെ കേട്ട് അതിൽ കൂടി കർത്താവ് ആ സിയോനെ അനുഗ്രഹിച്ച കാര്യങ്ങളും ഇതിനെപ്പറ്റിയൊക്കെ നമ്മളിങ്ങനെ ബൈബിളിൽ കൂടി വായിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം 2 ശമൂവേൽ 5:7 നമ്മൾ കാണുന്നത്, ദാവീദ് സിയോൻ കോട്ട പിടിച്ചു, അത് തന്നെ ദാവീദിന്റെ നഗരം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ലാസ്റ്റിൽ കാണുന്നത് റെവലേഷൻ 14:1 അവിടെ പറയുന്നത്, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു എന്ന് നമ്മൾ അവിടെ സിയോൻ എന്ന ആ പദം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെ നമുക്ക് ലാസ്റ്റ് റെവലേഷനിൽ നമുക്ക് അങ്ങനെ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഈ ഗാനം നമുക്കറിയാം, പല സഹോദരങ്ങൾ നമുക്ക് പാടുവാനായിട്ട് കഴിയും. ഫേമസ് ആയിട്ടുള്ള സോങ്സ് ഉണ്ട്. അതായത് സിയോൻ സഞ്ചാരി, സിയോൻ സൈന്യമേ, സിയോൻ യാത്രയതിൽ, ഇങ്ങനെ ഒത്തിരി ഉണ്ട്. നമ്മൾ പല പാട്ടുകളും നമ്മൾ പാടുന്നുണ്ട്. അതുപോലെ ഏഴയുടെയും ജീവിതത്തിൽ ഈ സിയോൻ എന്ന ബ്രദർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതിനെപ്പറ്റി. ആ സിയോന്റെ രക്ഷകനായ കർത്താവായ യേശുക്രിസ്തു, അവൻ മാത്രമാണ് നമ്മുടെ രക്ഷകൻ. നമ്മുടെ ജീവിതത്തിൽ കൂടി മരുഭൂമി യാത്രയിൽ കൂടി വളരെ കഷ്ടങ്ങളും നഷ്ടങ്ങളും വഞ്ചനകളും സാത്താൻ നമ്മളെ പല രീതിയിൽ ഉള്ള ടെംപ്റ്റേഷനും ഇങ്ങനെയൊക്കെയും വരുമ്പോൾ, കാറ്റും കോളും തിരുമാലയൊക്കെ വരുമ്പോൾ നമ്മളെ രക്ഷിക്കുന്നവനായ ഈ കർത്താവ് എന്ന് പറഞ്ഞ സിയോന്റെ രക്ഷകനായ കർത്താവാണ് നമ്മുടെയും രക്ഷകൻ. അത് ഈ സോങ്ങില് വരുവാനായിട്ട് കർത്താവ് ഇടയാക്കി. അല്ലാതെ അത് ഞാൻ എന്തെങ്കിലും ഒരു ഇത് വെച്ച് എഴുതിയത് ആയിട്ടല്ല. അത് ആ രീതിയിൽ വന്നപ്പോൾ പലരും പറയുന്ന പോലെ നമ്മൾ ചിലപ്പോൾ യാത്രയിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് വെച്ചാണ് പല സോങ്സും എഴുതാൻ തുടങ്ങിയത്. അങ്ങനെ എങ്ങനെയോ എൻ്റെ മനസ്സിൽ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു ഇങ്ങനെയൊരു സോങ് എഴുതണമെന്ന്. അതുകൊണ്ട് ഈ രീതിയിൽ ഞാൻ എഴുതാനായിട്ട് ദൈവം ഇടയാക്കി. സിയോനിൻ രക്ഷകൻ നാം എൻ യേശു വര. അത് ബ്രദർ ജെയിംസ് ഇപ്പോൾ നമുക്ക് വേണ്ടി പാടുന്നതായിരിക്കും. സിയോനിൻ രക്ഷകനാ എൻ യേശുപരാ, നീയാണെൻ രക്ഷകൻ യേശുനാഥ. കഷ്ടത്തിൻ തീച്ചൂളയിൽ കൂടി നടന്നപ്പോൾ നീ എന്നെ താങ്ങി വഴി നടത്തി. സിയോനിൻ രക്ഷകനാ എൻ യേശുപരാ.
മരുപ്രയാണത്തിൻ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, വഞ്ചന വന്നിടിലും, ഈ മരുപ്രയാണത്തിൻ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, വഞ്ചന വന്നിടിലും, നിന്നിൽ ഞാൻ ചാരിടുന്നു. നീ മാത്രമാണെനിക്കാശ്രയഹേതു, നിന്നിൽ ഞാൻ ചാരിടുന്നു. നീ മാത്രമാണെനിക്കാശ്രയഹേതു. സിയോനിൻ രക്ഷകനായി എൻ യേശുപരാ. വഞ്ചകനാം സാത്താൻ അടുത്തിടുമ്പോൾ അചഞ്ചലനായി നിൽപ്പാൻ നീ ശക്തനാക്കൂ. വഞ്ചകനാം സാത്താൻ അടുത്തിടുമ്പോൾ അചഞ്ചലനായി നിൽപ്പാൻ നീ ശക്തനാക്കൂ. കാറ്റും കോളും തിരമാലയും അടിക്കുമ്പോൾ ഇന്മാർവിൽ ചാരാൻ എന്നെ അനുവദിക്കൂ. കാറ്റും കോളും തിരമാലയും അടിക്കുമ്പോൾ ഇന്മാർവിൽ ചാരാൻ എന്നെ അനുവദിക്കൂ. സിയോനിൻ രക്ഷകനായി എൻ യേശുപരാ. എനിക്കാശ്രയിപ്പാനേശു ഉണ്ടീ മരുവിൽ, അവനെന്നെ താങ്ങി വഴി നടത്തും. എനിക്കാശ്രയിപ്പാനേശു ഉണ്ടീ മരുവിൽ, അവനെന്നെ താങ്ങി വഴി നടത്തും. കല്ലുകൾ, മുള്ളുകൾ, മേടുകൾ താണ്ടുമ്പോൾ അവൻ മാത്രമാണെൻ്റെ ആശ്രയ കേന്ദ്രം. കല്ലുകൾ, മുള്ളുകൾ, മേടുകൾ താണ്ടുമ്പോൾ അവൻ മാത്രമാണെൻ്റെ ആശ്രയ കേന്ദ്രം. സിയോനിൻ രക്ഷകനായി എൻ യേശുപരാ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനവും അതിൻ്റെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോവുകയായിരുന്നു. സിയോനിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഭവം. ജീവിതത്തിൽ ആ ദൈവമുണ്ടെങ്കിൽ നമുക്കൊന്നിനും ഭാരപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ആ ഗാനത്തിലൂടെ നാം കേൾക്കുകയായിരുന്നു. നാം ആ ഗാനം കേട്ട് സന്തോഷിക്കുമ്പോൾ ഒരുപക്ഷെ ആ ഗാനം എഴുതുന്ന സന്ദർഭങ്ങളിൽ എത്രമാത്രം ദൈവകൃപ പ്രിയ സഹോദരി അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റൊരു ഗാനത്തിലേക്ക് പോകുന്നത്, കാത്തു കാത്തു ഞാൻ പാർക്കുന്നു എൻ പ്രിയൻ വരവിനായി, ഈ ലോക ദുഃഖങ്ങൾ തീർന്നിടാൻ കാലമായി പ്രിയരെ ഒരുങ്ങിയിടാം. നമ്മുടെ കർത്താവ് എന്ന് വരും എന്നുള്ളത് നമുക്കാർക്കും ഒരു പിടുത്തവുമില്ലാത്തൊരു വസ്തുതയാണ്. എന്നാൽ എത്രയും വേഗം വരണമെന്ന് സകല ദൈവമക്കളും ആഗ്രഹിക്കുന്നു. കഷ്ടതയും കണ്ണുനീരും രോഗവും നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ സ്വസ്ഥതയിലേക്ക് കടക്കുക എന്നുള്ളത് ഏറെ അനുഗ്രഹീതമായ പ്രത്യാശ നിറഞ്ഞൊരു വസ്തു തന്നെയാണ്. ഈ ഗാനത്തിലെ 3 സ്റ്റാൻസയിലും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ആശയം അത് തന്നെയാണ്. ഈ ലോക സംഭവങ്ങൾ വിളിച്ചു ഓതുകയാണ്, നമ്മുടെ കർത്താവ് വേഗം വരും. ആ കാഹളത്തിന്റെ ശബ്ദം മുഴങ്ങുവാൻ സമയമായി.
കോടാനുകോടി ഗോളങ്ങളെ താണ്ടി ആ കർത്താവ് നമുക്ക് വേണ്ടി വേഗം വരും എന്നുള്ളത് ഈ പാട്ടിലൂടെ പ്രിയ സഹോദരി എഴുതി അറിയിക്കുന്നു. ഈ ലോകവാസത്തിൽ വിശുദ്ധരായി തന്നെ തുടരണമെന്ന് ആ ഗാനത്തിലൂടെ കേൾക്കുക. ഈ ഗാനവും രചിക്കാനുണ്ടായ സാഹചര്യവും നമുക്ക് കേൾക്കാം. അതിനുശേഷം പ്രിയ അക്സാറ്റി സന്തോഷ ഗാനം ആലപിക്കും. നമുക്ക് ആ ജീവിത അനുഭവം, ആ എഴുതുവാനുണ്ടായ സാഹചര്യം, അതിനെക്കുറിച്ച് കേട്ടിട്ട് നമുക്ക് ആ പാട്ട് ശ്രദ്ധിക്കാം. സ്തോത്രം. കാത്തു കാത്തു ഞാൻ പാർത്തിടുന്നു എന്നുള്ള ഈ സോങ് നമ്മള് ബ്രദർ പറഞ്ഞതുപോലെ നോക്കുമ്പോൾ ഇത് കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന ഒരു സോങ് ആണ്. അതായത് കർത്താവിന്റെ രണ്ടാം വരവ് കാത്തിരിക്കുന്ന ഒരു ഭക്തയുടെ ആവിഷ്കാരമാണിത്. അങ്ങനെ എഴുതുവാനായിട്ട് കർത്താവിനെ സഹായിച്ചു. ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം എന്തുകൊണ്ട് എഴുതി, ഞാൻ പലപ്പോഴും എൻ്റെ ഇതുപോലെയുള്ള മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഞാൻ എൻ്റെ ജോലിയിലായിരിക്കും ഇരുന്ന് ചില സോങ്സിൻ്റെ ആരംഭം കൊടുക്കുന്നത്. ചിലപ്പോൾ ഞാൻ മിഡ് നൈറ്റിൽ എഴുന്നേറ്റ് എൻ്റെ ഞാൻ ഉണരുന്ന സമയത്ത് ചില വരികൾ വരും. ഞാനത് പെട്ടെന്ന് ഉണർന്ന് എഴുതിയില്ലെങ്കിൽ അത് പിന്നെ മറന്നു പോകും. അങ്ങനെ എഴുതുന്നതുണ്ട്. എന്നാൽ ഈ സോങ് നമ്മൾ കാത്തുകാത്ത് നമ്മൾ പാർക്കുകയാണ്, ദൈവമക്കളായി നമ്മൾ കാത്തുകാത്ത് പാർക്കുകയാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി. കാരണം നമുക്കറിയാം ലോക സംഭവങ്ങൾ അങ്ങനെ അത് വിളിച്ചോതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്യു 24:29 ഇങ്ങനെ വായിക്കുന്നുണ്ട്: സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും. എന്നാൽ വേഴ്സ് 30 പറയുന്നുണ്ട്: അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതെ, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെയും നമ്മൾ മീഡിയയിൽ കൂടി, ന്യൂസിൽ കൂടി, ടി വിയിൽ കൂടി ഒക്കെയും കാണുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് സൂര്യനിലെ ചില കറുത്തിരുണ്ട ഭാഗങ്ങൾ കാണായി വന്നുവെന്നും, അതുപോലെ പല പൊട്ടിത്തെറികൾ സാധാരണ ഉണ്ടാകുന്നതാണെങ്കിലും അതിലും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എന്നും, അതുപോലെ വലിയ നക്ഷത്രങ്ങൾ ഭൂമിയെ ലക്ഷ്യം വെച്ച് ഉൽക്കകൾ ഭൂമിയിലേക്ക് വരുന്നു. അത് ഭൂമിയേക്കാൾ വലുതാണ്, അത് ഭൂമിയിൽ വീണാൽ പിന്നെ ഭൂമിയില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടും അത് ശ്രവിച്ചുകൊണ്ടും ഒക്കെയും ഇരിക്കുകയാണ്. എന്നാൽ നമ്മൾക്കറിയാം, കർത്താവായ രക്ഷകനിൽ നമ്മൾ ആശ്രയിക്കുന്നവർക്ക്, നമ്മൾ ബൈബിൾ വായിക്കുന്നവർക്ക് ഇതൊക്കെയും ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയായിരിക്കണം, ഞാൻ ഈ സോങ്ങിൻ്റെ ഓരോ ഭാഗങ്ങളും കോടാനുകോടി ഗോളങ്ങളെ താണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വരും എന്തിനാ നമ്മളെ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. എന്നാൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. വിശുദ്ധിയോടുകൂടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ട് നമ്മൾ ആയിരിക്കണം എന്ന് ഞാൻ പറയുന്നു. എന്നാൽ അവസാനത്തെ സ്റ്റാൻസയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അവൻ വരവിൽ തൻ മണവാട്ടിയാം സഭയെ ചേർത്തിടുവാൻ കാലമായി. 5 കന്യകമാർ ഒരുങ്ങിയതുപോലെ ഒരുങ്ങിടാൻ പ്രിയരെ നാം. നമ്മൾ വായിക്കുന്നുണ്ട് മാത്യു 25:1-13 ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 2 തരത്തിലുള്ള കന്യകമാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധിയില്ലാത്തതായ കന്യകമാരും. നമുക്ക് വി ഓൾറെഡി നോ അബൌട്ട് ദാറ്റ് സ്റ്റോറി. ആൻഡ് യുനോ അതിൽ എന്താണ് പറയുന്നത്? നമ്മൾ സ്പിരിച്വലി പ്രിപ്പയർഡ് ആകണം, അതുപോലെ വിജിലൻ്റ് ആയിരിക്കണം. കാരണം നമ്മുടെ കർത്താവ് വരുവാനായിട്ട് കാലമായി. ദൈവമക്കളായ നമ്മൾ എപ്പോഴും ആ വിളക്കിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നവരായിരിക്കണം. അതായത് എന്താണ് വിളക്ക് എന്ന് നമുക്കറിയാം. നമ്മുടെ മനസ്സാണ് വിളക്കെന്ന് പറയുന്നത്, വിളക്കിനെ സൂചിപ്പിക്കുന്നത്. ആ മനസ്സിൽ പരിശുദ്ധാത്മാവ്, നമുക്കറിയാം നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അതെങ്ങനെ നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാം? വചനം വായിക്കുകയും അതിൽ കൂടി പരിജ്ഞാനം നേടുകയും, പാട്ടുകൾ പാടി, അതുപോലെ പ്രാർത്ഥനയിൽ കൂടി അന്യോന്യം സ്നേഹിച്ച്, കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ അന്യോന്യം സ്നേഹിച്ച്, ഇങ്ങനെ ഏതെല്ലാം രീതിയിൽ നമുക്ക് നമ്മുടെ ആ വിളക്കിൽ മനസ്സിനെ കർത്താവിൻ്റെ ആ ദിവ്യമാകുന്ന ആ പരിജ്ഞാനവും അവൻ്റെ ആ കൃപയും നമ്മൾ എത്രത്തോളം നിറച്ച്
ഈ 5 കന്യകമാരെങ്ങനെ ആയിരുന്നോ, ബുദ്ധിയുള്ള 5 കന്യകമാരെങ്ങനെ ആയിരുന്നോ അതുപോലെ ആയിരിക്കണം നമ്മുടെയും ജീവിത ശൈലിയും ജീവിതവും. കാരണം ഇത് അന്ത്യകാലമാണ്. നമുക്കറിയാം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സമയങ്ങൾ കേൾക്കുന്നത്. ഫ്ലഡ് ആണെങ്കിലും മഡ് സ്ലൈഡ് ആണെങ്കിലും ടൊർണേഡോയും തുടങ്ങി ഇങ്ങനെ പല പല കലാമിറ്റീസ് ആണ് നമ്മുടെ അറൗണ്ട് നടക്കുന്നത്. ഇവിടെയാണെങ്കിൽ മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിൽ വളരെ വറീഡാണ്. കാരണം ഫ്ലഡ് ഉണ്ടാകുമോ എന്നുള്ളൊക്കെയുള്ള രീതിയിൽ. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ മക്കളായ നമ്മൾക്ക് ഒരു രീതിയിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ എപ്പോഴും നമ്മുടെ വിളക്ക് എണ്ണ നിറച്ച് റെഡിയായിട്ട് 5 കന്യകമാരെ പോലെ റെഡിയായിട്ട് അവൻ്റെ വരവിൽ അവനെ എതിരേൽപ്പാനായിട്ട് നമ്മൾ ഒരുങ്ങി ഉണർന്നിരിക്കണം. ആ ഒരു കാര്യം, ആ ഒരു മെസ്സേജ് ഇതിൽ കൂടി ഉൾക്കൊള്ളിക്കുവാനും ഇതിൽ കൂടി വരുവാനും സർവശക്തനായ ദൈവം സഹായിച്ചു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം പ്രാപിക്കാനും കൂടുതൽ ദൈവത്തോട് അടുക്കുവാനും കൂടുതൽ അവന് വേണ്ടി പ്രവർത്തിക്കുവാനും സത്യസന്ധതയോടുകൂടെയുള്ള ഒരു ആത്മീയ ജീവിതം നമ്മളിൽ ഉണ്ടാകുവാനും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആ ഒരു ആഗ്രഹം നിറവേറട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. കാരണം നാം എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടേണ്ടവരാണ്. ആ പ്രത്യാശയോടുകൂടെ തന്നെ നമുക്കായിരിക്കാം. ഇങ്ങനെയുള്ള ആശയങ്ങളും വരികളും ട്യൂണും നിറഞ്ഞ അനുഗ്രഹീതമായ രചനകൾ വീണ്ടും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ ഗാനം ഒന്ന് ശ്രദ്ധിക്കാം. പ്രിയ അക്സാമോൾ ആ ഗാനം ആലപിക്കും. പ്രിയമകളെ എല്ലാ ബഹുമാനത്തോടും കൂടെ ഈ ഗാനം ആലപിക്കുന്നതിനായിട്ട് ക്ഷണിക്കും. കാത്തു ഞാൻ പാർക്കുന്നേ എൻ പ്രിയൻ വരവിനായി ഈ ലോക ദുഃഖങ്ങൾ തീർന്നിടാൻ കാലമായി പ്രിയരെ ഒരുങ്ങിടാൻ ഈ ലോക ദുഃഖങ്ങൾ തീർന്നിടാൻ കാലമായി പ്രിയരെ ഒരുങ്ങിടാൻ സംഭവങ്ങൾ വിളിച്ചോതിടുന്നിതാ യേശു വരാൻ സമയമായിന്ന്. ലോക സംഭവങ്ങൾ വിളിച്ചോതിടുന്നിതാ യേശു വരാൻ സമയമായിന്ന്. കാഹള ശബ്ദം മുഴങ്ങിടാൻ കാലമായി ഒരുങ്ങിടാം പ്രിയരേ നാമം. ശബ്ദം മുഴങ്ങിടാൻ കാലമായി ഒരുങ്ങിടാം പ്രിയരേ നാമം. കാത്തു ഞാൻ പാർക്കുന്നേ എൻ പ്രിയൻ വരവിനായി ഈ ലോക ദുഃഖങ്ങൾ തീർന്നിടാൻ കാലമായി പ്രിയരേ ഒരുങ്ങിടാൻ ഈ ലോക ദുഃഖങ്ങൾ തീർന്നിടാൻ
കാത്തു ഞാൻ പാർക്കുന്നേ എൻ പ്രിയൻ വരവിനായി ഈ ലോക ദുഃഖങ്ങൾ തീർന്നിടാൻ കാലമായി പ്രിയരെ ഒരുങ്ങിടാൻ ഈ ലോക ദുഃഖങ്ങൾ തീർന്നിടാൻ കാലമായി പ്രിയരെ ഒരുങ്ങിടാൻ. അവൻ വരവിൽ തൻ മണവാട്ടിയായി സഭയെ ചേർത്തിടാൻ കാലമായി. അവൻ വരവിൽ തൻ മണവാട്ടിയായി സഭയെ ചേർത്തിടാൻ കാലമായി. അഞ്ചു കന്യകമാർ ഒരുങ്ങിയ പോലെ ഒരുങ്ങിടാം പ്രിയരേ നാവും. അഞ്ചു കന്യകമാർ ഒരുങ്ങിയ പോലെ ഒരുങ്ങിടാം പ്രിയരേ നാവും. കാത്തു കാത്തു ഞാൻ പാർക്കുന്നേ എൻ പ്രിയൻ വരവിനായി ഈ ലോക ദുഃഖങ്ങൾ തീർന്നിടാൻ കാലമായി പ്രിയരെ ഒരുങ്ങിടാൻ ഈ ലോക ദുഃഖങ്ങൾ തീർന്നിടാൻ കാലമായി പ്രിയരെ ഒരുങ്ങിടാൻ. ദൈവനാമത്തിന് മഹത്വം. നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിടാം എന്നൊരാശയമാണ് ആ ഗാനത്തിലൂടെയും നാം കേട്ടത്. പ്രിയമകളോടുള്ള നന്ദിയും ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. വീണ്ടും ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. ഈ ഗാനം പ്രിയ സാലി സൗകര്യ തന്നെ ഒന്ന് ആലപിച്ച് കേൾക്കുകയാണ്. കൃപാസനത്തിന് മുമ്പാകെ അടിയനിതാ വന്നിടുന്നു, കരൾ അലിഞ്ഞിടണേ എൻ പ്രിയനാഥ കൃപാസമുദ്രമേ. പലപ്പോഴും ഞാനും ചിന്തിക്കും, യെരുശലേം ദേവാലയത്തില് അല്ലെങ്കിൽ സമാഗമന കൂടാരത്തില് ദൈവം വെച്ച ഉരുപ്പടികളൊക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതിന്റെ ഭംഗി, അതിന്റെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റുമായിരുന്നു. കൃപാസനത്തിന്റെ ഉള്ളിൽ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ ചെന്ന് ആ ദൈവത്തിന്റെ തേജസ് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം സംസാരിച്ചിട്ട് മടങ്ങി വരുന്ന ആ ഒരു കാഴ്ച, ഇതെത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. എന്നാൽ ഇന്ന് ആ കൃപാസനം നമ്മുടെ മുമ്പിലില്ല. എന്നാൽ അവിടെ ഇറങ്ങി വരുന്ന ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ഗാനം നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന അതാണ്. ആ ദൈവിക സാന്നിധ്യത്തിന് മുമ്പിൽ ഇരുന്ന് പറയുന്ന ചില ആശയങ്ങളാണ്. ഈ ഗാനം എഴുതാനുണ്ടായ സാഹചര്യവും അതുപോലെ തന്നെ തൻ്റെ തന്നെ ശബ്ദത്തിൽ, പ്രിയ സഹോദരിയുടെ തന്നെ ശബ്ദത്തിൽ ആ ഗാനവും നമുക്ക് ശ്രവിക്കാം. അതിനുവേണ്ടി ആ പ്രിയ സഹോദരിയെ ക്ഷണിക്കുന്നു. ഈ സോങ് കൃപാസനത്തിന് മുൻപാകെ എന്നുള്ളത് എന്ന സോങ് നമ്മൾ പാടുമ്പോൾ നമുക്കറിയാം ഇതൊരു ആരാധനാ ഗാനമാണ്. കാരണം നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവ് ഇപ്പോൾ സ്വർഗീയ മഹിമാസനത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവാണെന്ന് നമുക്ക് അറിയാം. അങ്ങനെ ആ രീതിയിൽ ഞാൻ ഈ സോങ് എഴുതുവാനായിട്ട് കർത്താവ് ഇടയാക്കിയതാണ്. പലപ്പോഴും കർത്താവ് തരുന്ന ആശയങ്ങൾ അത് കുറിച്ചു വെക്കുന്നു. അത് പിന്നീട് പാട്ട് രൂപത്തിലായിട്ട് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ സോങ്ങും ദൈവം എന്നെ ഞാൻ എഴുതുവാനായിട്ട് ഇടയായി. നമ്മൾ ഹീബ്രൂസ് 10:12-13 വായിക്കുന്നു, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏക യാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതു ഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം കാത്തിരിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. 14 പറയുന്നു, ഏകയാഗത്താൽ അവൻ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ ഹീബ്രു 14:6 നമ്മൾ വായിക്കുമ്പോൾ അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക.
അതാണ് ആ ഒരു 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 കാര്യമാണ് ഈ ഇതിൽ കൂടുതലായിട്ട് കാണാനായിട്ട്, ഈ സോങ്ങിൽ കാണാനായിട്ട് ഇടയാകുന്നത്. കൃപാസനത്തിൻ്റെ മുമ്പാകെ ചെല്ലുക, അവൻ്റെ അടുത്ത് ചെന്നിട്ട് അവനെ നമ്മൾ ആരാധിക്കുക, പാടി സ്തുതിക്കുക. ഇപ്പോൾ ഓൾറെഡി ബ്രദർ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ നമ്മൾ ആ കർത്താവിനെ നമുക്ക് ആരാധിക്കുവാനും അവനെ സ്തുതിപ്പാനും ഇടയാകുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എനിക്ക് ആകെ ഒരു വല്ലാത്ത ഇതിലാണ്, കറണ്ടെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേന് ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നുപോയി. ഞാൻ മ്യൂസിക് ഇതിനിടുന്നില്ല, ഞാൻ ജസ്റ്റ് ഇതൊരു ആരാധന ഗാനമായിട്ടാണ് നമ്മൾ ക്വയറ്റായിട്ടാണല്ലോ ആരാധന ഗാനങ്ങളൊക്കെ നമ്മൾ ചർച്ചിൽ പാടുന്നത്. അതുപോലെ ഇത് പാടാൻ ഞാൻ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി എഴയെ വഹിക്കുക. ഞാൻ പാടാനായിട്ട് ശ്രമിക്കാം. കൃപാസനത്തിൻ മുൻപാകെ വന്നിടുന്നു, കരളലിഞ്ഞിടനെ എൻ പ്രിയനാഥ. കൃപാസമുദ്രമേ കനിവിന്ദേവാ, കൃപാസനത്തിൻ മുൻപാകെ വന്നിടുന്നു, കരളലിഞ്ഞിടനെ എൻ പ്രിയനാഥ. കൃപാസമുദ്രമേ കനിവിന്ദേവാ, എന്നുടെ പാപത്തിൻ ശാപത്തെ നീക്കാൻ ക്രൂരമാം പീഡകൾ ഏറ്റവൻ താൻ. എന്നുടെ പാപത്തിൻ ശാപത്തെ നീക്കാൻ ക്രൂരമാം പീഡകൾ ഏറ്റവൻ താൻ. ഇന്നു തൻ മക്കൾക്കായി പക്ഷവാദം ചെയ്തും സ്വർഗീയ മഹിമയിൽ വസിപ്പവനും, ഇന്നു തൻ മക്കൾക്കായി പക്ഷവാദം ചെയ്തും സ്വർഗീയ മഹിമയിൽ വസിപ്പവനും. കൃപാസനത്തിൻ മുൻപാകെ അടിയനിതാ വന്നിടുന്നു, കരളലിഞ്ഞിടനെ എൻ പ്രിയനാഥ. കൃപാസമുദ്രമേ കനിവിന്ദേവാ, ആണിപ്പഴുതുള്ള തൃക്കരം നീട്ടി മാറോടണച്ചിടും എൻ നാഥനെ. ആണിപ്പഴുതുള്ള തൃക്കരം നീട്ടി മാറോടണച്ചിടും എൻ നാഥനെ. കാരുണ്യവാനാം നിന്തിരുപാദത്തിൽ സ്തോത്ര ചുംബനങ്ങൾ അർപ്പിക്കുന്നേ. കാരുണ്യവാനാം നിന്തിരുപാദത്തിൽ സ്തോത്ര ചുംബനങ്ങൾ അർപ്പിക്കുന്നേ. കൃപാസനത്തിൻ മുൻപാകെ അടിയനിതാ വന്നിടുന്നു, കരളലിഞ്ഞിടനെ എൻ പ്രിയനാഥ. കൃപാസമുദ്രമേ കനിവിന്ദേവാ, കൃപാസനത്തിൻ മുൻപാകെ അടിയനിതാ വന്നിടുന്നു, കരളലിഞ്ഞിടനെ എൻ പ്രിയനാഥ. കൃപാസമുദ്രമേ കനിവിന്ദേവാ. ഗാനം എഴുതുക മാത്രമല്ല, തന്നിലൂടെ ആ ഗാനം കേൾക്കുവാനും നമുക്ക് കഴിഞ്ഞു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 4 ഗാനങ്ങളാണ് ഇന്ന് കേൾക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത്. അനേക ഗാനങ്ങൾ കർത്താവിൻ്റെ ദാസി രചിച്ചിട്ടുണ്ട്, ഇനിയും രചിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം അനവധിയായി കൃപ നൽകട്ടെ, വീണ്ടും വീണ്ടും രചിച്ചുകൊണ്ടിരിക്കട്ടെ. തൻ്റെ ഗാനങ്ങളിലൊക്കെ എഴുന്നു നിൽക്കുന്ന ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു ആശയം എന്നുള്ളത്
നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് തന്നെയാണ്. കർത്താവ് വരും, വേഗം വരും. ഒരുപക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, പ്രിയ സഹോദരിയുടെ ജീവിതത്തിൽ ആ മനസ്സിന്റെ ഉള്ളിൽ ആ വാക്ക് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എൻ്റെ കർത്താവ് വരും, എൻ്റെ കർത്താവ് വരുമ്പോൾ ഞാൻ പോകും, എൻ്റെ കർത്താവ് വേഗം മടങ്ങി വരും. ആ ധൈര്യവും ആ ശക്തിയും തന്നെ വളരെ ബലപ്പെടുത്തുന്നുണ്ട് എന്ന് ഈ ഗാനങ്ങളിലൂടെ എല്ലാം ഞാനും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഗാനം കൂടെ നമുക്ക് അതിൻ്റെ ആശയങ്ങളും ഗാനവും കേൾക്കുവാനുള്ള ഒരു അവസരമുണ്ട്. ആ ഗാനം ഇങ്ങനെ ആരംഭിക്കുന്നു: കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മൾ, യാതൊരു ഭീതിയും വേണ്ടിനിയും, അവൻ്റെ കാലടി പിന്തുടരാം, നമുക്ക് അവനായി വേല ചെയ്യാം പാര്. ഈ ഗാനത്തിന്റെ ഏതാണ്ട് 3 സ്റ്റാൻസയും ഒരു വലിയ പോരാട്ടത്തിന്റെ ഒരാശയമാണ്. സാത്താന്റെ ശക്തികളെ നമുക്ക് എതിർത്ത് വിജയം നേടി കർത്താവിന്റെ പാദത്തിലൂടെ തന്നെ നമുക്ക് യാത്ര ചെയ്യാം എന്ന് പറയാം. തളർന്നു പോകരുത്. കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചുകൊണ്ട് തന്നെ കർത്താവിന്റെ വേല നമുക്ക് ചെയ്യാം. മാത്രമല്ല, അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഒരുങ്ങി ഉണർന്ന് ആ വേല ചെയ്ത് വിശ്വസ്തയോടെ നിൽക്കാം. ഈ ആശയമാണ് ഈ ഗാനത്തിലൂടെയുള്ളത്. ഇത് എഴുതാനുണ്ടായ സാഹചര്യം കർത്താവിന്റെ ദാസി ഓർപ്പിക്കും. അതിനുശേഷം നമുക്ക് ആ ഗാനം കേൾക്കാം. പ്രിയ സഹോദരി അതിനായിട്ട് ക്ഷണിക്കുന്നു. സ്തോത്രം. ഈ സോങ് സഹോദരൻ പറഞ്ഞതുപോലെ തന്നെ കർത്താവിന്റെ കുഞ്ഞുങ്ങളായ നമ്മള് ഒരു രീതിയിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവന്റെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് അവനായിട്ട് നമ്മൾ വേല ചെയ്യാം. നമുക്കറിയാം, എക്സ്പെഷ്യലി നമ്മുടെ സന്തോഷ് സഹോദരനും മാമൻ സഹോദരനൊക്കെ ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന അനേകരുണ്ട്. അന്നേരം അങ്ങനെ ആത്മീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും അതുപോലെ ദൈവമക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഒരു എൻകറേജ്മെന്റ് ആണ് ഈ സോങ്ങിൽ കൂടി കർത്താവ് എന്നെ കൊണ്ട് എഴുതിപ്പിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സഹോദരൻ പറഞ്ഞ പോലെ ഇതൊരു വാണിംഗ് കൂടിയാണ്. കാരണം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അവനോട് അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് സാത്താൻ്റെ ഒരു ശക്തിയും, സാത്താൻ ഒരു രീതിയിൽ നമ്മളിൽ പ്രവർത്തിക്കുകയോ നമ്മളെ ഒരു രീതിയിലും ശല്യം ചെയ്യുകയില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. ബട്ട് നമ്മൾ എത്രത്തോളം കർത്താവിനോട് അടുക്കുന്നോ അത് കാണുമ്പോൾ സാത്താൻ ഒരിക്കലും അങ്ങോട്ട് സഹിക്കത്തില്ല. അവൻ ഏത് രീതിയിലാണ് നമ്മളെ കർത്താവിൽ നിന്നും അകറ്റേണ്ടത് എന്ന് ഏത് തന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മളെ അവരിൽ നിന്ന് അകറ്റി മാറ്റാം എന്നാണ് സാത്താനെ നോക്കുന്നത്. അതാണ് ഞാൻ ഇതിൽ എഴുതാനായിട്ട്, സാത്താന്റെ ശക്തികളെ നമ്മൾ എതിർത്ത് നമ്മുടെ കർത്താവിന് വേണ്ടി നമുക്ക് മുന്നേറാം എന്ന് ഞാൻ എഴുതുവാൻ. കാരണം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അനേക സഹോദരന്മാർ അവരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള വീഴ്ചകൾ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം സാത്താനാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാകാതെ ഇരിക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. അതിനു വേണ്ടി കൂടുതലായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. അതുപോലെ തന്നെയാണെങ്കിൽ നമ്മൾ ജെയിംസ് 4:7 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. അങ്ങനെ നമ്മൾ ദൈവത്തിന് കീഴടങ്ങിയാൽ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ നമുക്ക് കഴിയുമെന്ന്. കർത്താവിന് നമ്മൾ കീഴടങ്ങി ഏത് സമയവും, നമുക്കറിയാം പല രീതിയിലുള്ള ടെംപ്റ്റേഷനാണ് നമുക്ക് വരുന്നത്. ലോകപരമായിട്ടുള്ള ടെംപ്റ്റേഷന്, മറ്റു പല രീതിയിലുള്ള ടെംപ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ കർത്താവിൽ കീഴടങ്ങി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാത്താന് നമ്മളെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. അതുപോലെ നമ്മൾ വായിക്കുന്നുണ്ട്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഊടാടി സഞ്ചരിച്ച് നടക്കുകയാണ്. നമുക്കറിയാതെ ഫസ്റ്റ് പീറ്റർ 5:8 പറയുന്നത്. അതായത് സാത്താൻ അലറുന്ന സിംഹം പോലെ ഊടാടി സഞ്ചരിക്കാൻ ദൈവമക്കളെ, അവന് സാധാരണയുള്ള ദൈവത്തിനെ അറിയാത്ത മനുഷ്യരെ ഒന്നും അവന് ആവശ്യമില്ല. കാരണം ഓൾറെഡി അത് അവന്റെ മക്കളാണ്. എന്നാൽ ദൈവത്തിന്റെ മക്കളെ ഏത് രീതിയിൽ അവനിലേക്ക് വശീകരിക്കുക എന്നുള്ള രീതിയിൽ അവന് നടക്കുമ്പോൾ അതിൽ നമ്മൾ അടിപ്പെട്ടു പോകരുത്. നമ്മൾ എപ്പോഴും കർത്താവിന് കീഴടങ്ങി ആയിട്ട് നമ്മൾ ജീവിക്കണം. അതുപോലെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ കർത്താവിനെ പരീക്ഷിച്ചു. ഒരിക്കലും കർത്താവ് നമ്മളെ പരീക്ഷിക്കില്ല. കാരണം നമ്മുടെ സ്വന്തം മോഹത്താൽ നമുക്കുണ്ടാകുന്ന പരീക്ഷണങ്ങളാണ് നമ്മൾ അതിൽ വശീകരിക്കപ്പെട്ട് മോഹത്താൽ വശീകരിക്കപ്പെട്ടിട്ട് ഉണ്ടാകുന്നതായ പ്രശ്നങ്ങളാണ്, പരീക്ഷകളാണ് നമ്മുടെ ജീവിതത്തിൽ. അവന് നമുക്ക് ബാലശിക്ഷ തരും. പക്ഷേ ഒരിക്കലും നമ്മളെ കർത്താവ് പരീക്ഷിക്കുകയില്ല.
അന്നേരം അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യമാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അതിന് ആകൃഷ്ടരായിത്തീരാതെ കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ, അതാണ് ഞാൻ ഇതിൽ ബ്രദർ പറഞ്ഞ പോലെ ഉടനീളം ഞാൻ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും തളരാതെ, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് പോകാതെ, സാത്താന്റെ പ്രവർത്തനങ്ങളിൽ അകപ്പെട്ടു പോകാതെ, അവന് വേണ്ടി നമുക്ക് എത്രത്തോളം ആൾക്കാരെ, ദൈവത്തിനെ അറിയാൻ വയ്യാത്തവരെ നമുക്ക് എത്രത്തോളം നമുക്ക് അവങ്കിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് നമ്മളിൽ കൂടി കഴിയണം. അത് നമ്മളെ കൊണ്ട് കഴിയട്ടെ. തുടർന്നുള്ള ജീവിതത്തിൽ ഈ സോങ്ങും അങ്ങനെയുള്ളവർക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും, ഓരോ ദൈവമക്കൾക്കും അതൊരു അനുഗ്രഹമായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ. നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കാൻ, കർത്താവിൽ ഉറപ്പിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അടുത്ത ഗാനം പാടുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. പ്രിയ സാലിമാമ എഴുതിയ ഗാനങ്ങൾ പുറത്തിറക്കിയ മ്യൂസിക് കാർഡ് കേട്ടിട്ട് അനേകർ അതിലെ പല പാട്ടിനെക്കുറിച്ച്, ഗാനങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുകയുണ്ടായി. പലരും അഭിപ്രായം പറഞ്ഞ ഒരു ഗാനം ഇന്നത്തെ പ്രോഗ്രാമിൽ നാം വിട്ടുപോയി. കാരണം പലരുടെയും ജീവിതത്തിൽ അവരെ സ്പർശിച്ച ഒരു ഗാനം, എൻ സ്നേഹിതരേവരും കൈവിട്ടെന്നാലും മാറാത്ത രക്ഷകൻ കൂടെയുണ്ട്, ഉറ്റവരേവരും നിന്നെ വെറുത്താലും കൂട്ടിനായി അവനെന്നും കൂടെയുണ്ട്. ഇപ്രകാരം അർത്ഥം വരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനം പ്രിയ സാലിമാമ എഴുതിയ ആ ഗാനം ആ മ്യൂസിക് കാർഡിലുണ്ട്. അത് 46-ാമത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പാടിയതാണ്. എന്നാൽ പല പ്രിയപ്പെട്ടവരും ആ മ്യൂസിക് കാർഡ് കേട്ടിട്ട് വീണ്ടും വീണ്ടും അത് കേൾക്കുന്നു, അവർക്ക് ആശ്വാസമാകുന്നു എന്നുള്ളത് അവർ പറയുകയുണ്ടായി. പ്രിയ സന്തോഷ് ഓർപ്പിച്ചു. പ്രിയ സന്തോഷിൻ്റെ അനുവാദത്തോടുകൂടി ഞാൻ ആ ഗാനം കൂടെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ ആ അവസാനത്തെ കർത്താവിൻ കുഞ്ഞുങ്ങൾ നമ്മൾ യാതൊരു ഭീതിയും വേണ്ടിനിയും എന്നുള്ള ഗാനം പാടിയതിനു ശേഷം പ്രിയ സാലിമാമ എൻ ജീവിതത്തിൻ വഴിത്താരയിൽ നീ എൻ്റെ പ്രാണസഖിയാം എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ആ ഗാനം എഴുതുവാനുള്ള സാഹചര്യം പറയുകയും ആ ഗാനം കൂടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിൻ കുഞ്ഞുങ്ങൾ നമ്മൾ യാതൊരു ഭീതിയും വേണ്ടിനിയും, കർത്താവിൻ കുഞ്ഞുങ്ങൾ നമ്മൾ യാതൊരു ഭീതിയും വേണ്ടിനിയും, അവന്റെ കാലടി പിന്തുടരാം നമുക്കവന വേല ചെയ്യാം പാരിൽ, അവന്റെ കാലടി പിന്തുടരാം നമുക്കവന വേല ചെയ്യാം പാരിൽ. സാത്താന്യ ശക്തികളെ എതിർത്തിടാം, മുന്നേറും ക്രിസ്തുവിൻ ജയാളികളാ. സാത്താന്യ ശക്തികളെ എതിർത്തിടാം, മുന്നേറും ക്രിസ്തുവിൻ ജയാളികളാ. പാപത്തിൻ അടിമകള മാനവരെ വീണ്ടെടുക്കാം കർത്താവിനായി, പാപത്തിൻ അടിമകള മാനവരെ വീണ്ടെടുക്കാം കർത്താവിനായി. കർത്താവിൻ കുഞ്ഞുങ്ങൾ നമ്മൾ യാതൊരു ഭീതിയും വേണ്ടിനിയും, അവന്റെ കാലടി പിന്തുടരാം നമുക്കവന വേല ചെയ്യാം പാരിൽ, അവന്റെ കാലടി പിന്തുടരാം നമുക്കവന വേല ചെയ്യാം പാരിൽ. ലോകത്തിൻ ഇമ്പങ്ങൾ മാടി വിളിക്കും നിന്നെ, തളരാതെ മുന്നേറും ക്രിസ്തുവിനാ. ലോകത്തിൻ ഇമ്പങ്ങൾ മാടി വിളിക്കും
ചെയ്യാം നമുക്ക്, ക്രിസ്തുവിനായി കഷ്ടം സഹിക്കാം. അവനായി വേല ചെയ്യാം നമുക്ക്, ക്രിസ്തുവിനായി കഷ്ടം സഹിക്കാം. കർത്താവിൻ കുഞ്ഞുങ്ങൾ നമ്മൾ, യാതൊരു ഭീതിയും വേണ്ടിനിയും. അവന്റെ കാലടി പിന്തുടരാം നമുക്ക്, അവനായി വേല ചെയ്യാം പാരിൽ. അവന്റെ കാലടി പിന്തുടരാം നമുക്ക്, അവനായി വേല ചെയ്യാം പാരിൽ. മടുത്തു പ്രിയരെ, ഒരുങ്ങിയുടനം അവൻ വരവിനായി. അവൻ വരവേറ്റ മടുത്തു പ്രിയരെ, ഒരുങ്ങിയുടനം അവൻ വരവിനായി. ദൈവത്തിൻ മക്കൾക്കായി ഒരുക്കിയതാ സ്വർഗീയ ഭവനത്തിനായി കാത്തിരിക്കാം. ദൈവത്തിൻ മക്കൾക്കായി ഒരുക്കിയതാ സ്വർഗീയ ഭവനത്തിനായി കാത്തിരിക്കാം. കർത്താവിൻ കുഞ്ഞുങ്ങൾ നമ്മൾ, യാതൊരു ഭീതിയും വേണ്ടിനിയും. അവന്റെ കാലടി പിന്തുടരാം നമുക്ക്, അവനായി വേല ചെയ്യാം പാരിൽ. അവന്റെ കാലടി പിന്തുടരാം നമുക്ക്, അവനായി വേല ചെയ്യാം പാരിൽ. താങ്ക് യു ജെയിംസ്. ആ ഗാനവും അനുഗ്രഹീതമായി കേൾക്കുവാനിടയായി. തന്നെ ഓർമ്മിച്ചതുപോലെ പ്രചാരമാർന്ന ആ ഗാനം കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് കേൾക്കാം. പെട്ടെന്ന് അതിൻ്റെ സാഹചര്യം ഒന്നുകൂടെ ഒന്ന് ഓർപ്പിച്ച് ആ ഗാനം കർത്താവിൻ്റെ ദാസിൽ നിന്ന് കേൾക്കാം. അതിനായിട്ട് വീണ്ടും ആൻ്റിയുടെ അടുക്കിലേക്ക് വരികയാണ്. ആ വാക്കുകൾ നമുക്കൊന്നുകൂടെ കേൾക്കാം. ഓക്കെ, ഈ സോങ് എൻ്റെയും വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നതായ സോങ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ സോങ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാ സോങ്ങും എഴുതി ജെയിംസിനെ ഏൽപ്പിച്ച് അത് മ്യൂസിക് ഡയറക്ടേഴ്സിനെ കൊണ്ടാണ്, രണ്ടുപേരാണ് ചെയ്തത്. എന്നാൽ ഈ ഒരു സോങ് മാത്രം, ഇതിൻ്റെ മാത്രം ട്യൂണ് മാറ്റണ്ടായി, ഇത് ഞാൻ ഇട്ടേക്കുന്ന ട്യൂണ് തന്നെ കിടക്കട്ടെ എന്ന് പറയാനായിട്ടിടയായി. മാത്രമല്ല മ്യൂസിക് കാർഡിൽ ഞാനും എൻ്റെ സിസ്റ്റർ ജെയിംസിൻ്റെ വൈഫും അത് പാടിയിട്ടുണ്ട്, ജെയിംസിൻ്റെ പാടിയിട്ടുണ്ട്, ജെയിംസ് തന്നെയും പാടിയിട്ടുണ്ട്. വളരെ എനിക്ക് ഇഷ്ടമുള്ളതായിട്ട്, ആശ്വാസം തരുന്നതായിട്ടുള്ള, എൻ്റെയും ഞാനും പല സൂം പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നവളാണ്. അന്നേരം അതിൽ എൻ്റെ സഹോദരിമാർ അവരൊക്കെയും പറയും, അവർക്കൊക്കെയും ഇഷ്ടമുള്ളതായ, കാരണം നമ്മുടെ മനസ്സിനെ സ്വാന്തനപ്പെടുത്തുന്നതായ, നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് എന്ത് പ്രയാസങ്ങൾ വന്നാലും, നമ്മളെ എല്ലാവരും കൈവിട്ടാലും, ഈവൻ നമ്മുടെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ എൻ്റെ മമ്മിയും ഞങ്ങളെ വിട്ടു പോയി. ഞങ്ങൾ ഡാളസിൽ നിന്ന് ഇവിടെ വരുവാൻ പ്രത്യേകിച്ച് കാരണമായത്, ഇവിടെ വന്ന് മമ്മിയെയൊക്കെയും കുറച്ച് നാൾ ശുശ്രൂഷിക്കണം എന്നുള്ള ആഗ്രഹത്തിനൊക്കെയും വന്നതാണ്. എന്നാൽ ഞങ്ങൾ വന്ന് 4 മാസം ആയപ്പോഴേക്കും മമ്മി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. കർത്താവിൻ്റെ അടുക്കൽ സമാധാനത്തോടും സന്തോഷത്തോടും ഇപ്പോൾ ആയിരിക്കുന്നു. ആ പ്രത്യാശ ഉണ്ട് മമ്മിയെ പോയി കാണാമെന്നുള്ളത്. നമ്മൾ പല രീതിയിൽ നമ്മളെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നമ്മളെ പലരും നമ്മളെ വേണ്ടാതെ ആയിത്തീരും. നമുക്ക് ആരുമില്ലാത്തവരായിത്തീരുന്ന പല അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിലും പല അവസരങ്ങൾ വന്നിട്ടുണ്ട്. സ്നേഹിതരായാലും ഉറ്റവരായാലും ഉടയവരായാലും ഒക്കെയും നമ്മളെ വെറുക്കുകയും നമ്മളെ ത്യജിക്കുകയും അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയ സമയത്ത് കർത്താവ് എനിക്ക് തന്നതായ ഒരു സോങ്ങാണിത്. നമ്മുടെ കർത്താവ് മാത്രമാണ് നമുക്ക് ആശ്രയമായിട്ടുള്ളത്. അവനിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം എന്ന് നമ്മൾ ഒരു രീതിയിലും കുലുങ്ങിപ്പോകണ്ട, നമ്മൾ കലങ്ങിപ്പോകണ്ട. കാരണം നമ്മുടെ കർത്താവ് നമുക്കുണ്ട്. ഈ വഴിത്താരയിൽ, ഈ ജീവിതത്തിന്റെ വഴിത്താരയിൽ അവൻ മാത്രമാണ് നമുക്ക് ആശ്രയമായിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ സോങ്
പലർക്കും വളരെ സമാധാനവും ആശ്വാസവും പകർന്നു എന്ന് കേൾക്കുന്നതിൽ ഞാനും സന്തോഷിക്കുന്നു. നമുക്ക് ഈ സോങ് കേൾക്കാം. താങ്ക് യു സാലിമാമ. താങ്ക് യു സന്തോഷ്. ജീവിതത്തിൻ വഴിത്താരയിൽ നീ എൻ്റെ പ്രാണസഖിയാ. കലങ്ങുകയില്ല, ഞാൻ കുലുങ്ങുകയില്ല ഈ മരുഭൂയാത്രയിൽ. കലങ്ങുകയില്ല, ഞാൻ കുലുങ്ങുകയില്ല ഈ മരുഭൂയാത്രയിൽ. എൻ സ്നേഹിതരേവരും കൈവിട്ടെന്നാലും മാറാത്ത രക്ഷകൻ കൂടെയുണ്ട്. എൻ സ്നേഹിതരേവരും കൈവിട്ടെന്നാലും മാറാത്ത രക്ഷകൻ കൂടെയുണ്ട്. ഉറ്റവരേവരും നിന്നെ വെറുത്താലും കൂട്ടിനായി അവനെന്നും കൂടെയുണ്ട്. ഉറ്റവരേവരും നിന്നെ വെറുത്താലും കൂട്ടിനായി അവനെന്നും കൂടെയുണ്ട്. എൻ ജീവിതത്തിൻ വഴിത്താരയിൽ നീ എൻ്റെ പ്രാണസഖിയാ. കലങ്ങുകയില്ല, ഞാൻ കുലുങ്ങുകയില്ല ഈ മരുഭൂയാത്രയിൽ. കലങ്ങുകയില്ല, ഞാൻ കുലുങ്ങുകയില്ല ഈ മരുഭൂയാത്രയിൽ. സ്വരൂപിയാമെന്നേശുനാഥൻ അൻപോടു കാത്തിടും അന്ത്യം വരെ. അൻപിൻ സ്വരൂപിയാമെന്നേശുനാഥൻ അൻപോടു കാത്തിടും അന്ത്യം വരെ. അവനായൻ പാരിലി ജീവിതയാത്ര ചെയ്തിടാൻ ഞാനെന്നും കാക്ഷിക്കുന്നു. അവനായൻ പാരിലി ജീവിതയാത്ര ചെയ്തിടാൻ ഞാനെന്നും കാക്ഷിക്കുന്നു. എൻ ജീവിതത്തിൻ വഴിത്താരയിൽ നീ എൻ്റെ പ്രാണസഖിയാ. കലങ്ങുകയില്ല, ഞാൻ കുലുങ്ങുകയില്ല ഈ മരുഭൂയാത്രയിൽ. കലങ്ങുകയില്ല, ഞാൻ കുലുങ്ങുകയില്ല ഈ മരുഭൂയാത്രയിൽ. താങ്ക് യു സോ മച്ച്. വളരെ അനുഗ്രഹീതമായി സന്തോഷത്തോടെ പ്രത്യാശയോടെ ഇതുവരെയും പല ആശയങ്ങളിലൂടെ ഗാനങ്ങളിലൂടെ നാം കടന്നു പോകുകയായി. നമ്മുടെ കർത്താവ് വീണ്ടും വരുമെന്നും നാം ഒരുങ്ങിയിരിക്കണം എന്നും ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും മുമ്പിൽ നാം ഒരിക്കലും തളർന്നു പോകരുത് എന്നും ഒരു വ്യക്തി പ്രസംഗിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ഒരു സന്ദേശം പോലെ തന്നെ
ഇന്ന് രാത്രി ഗാനങ്ങളിലൂടെ കർത്താവിന്റെ ദാസി നമ്മോട് സംസാരിക്കുകയായിരുന്നു. അത് തന്നെയാണ് പ്രിയ സഹോദരിയുടെ ഗാനങ്ങളിലെ മുഖമുദ്രയും. ഇനിയും അനേകം ആ കരങ്ങളിലൂടെ, ആ തൂലികയിലൂടെ പുറത്തു വരട്ടെ. ദൈവം കൃപ നൽകട്ടെ. നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുമ്പോൾ ആസ് എ ക്ലോസിംഗ് വേർഡ്സ് ചില കാര്യങ്ങൾ, ചില സെന്റൻസുകൾ, ഫ്യൂ സെന്റൻസുകൾ പ്രിയ സഹോദരൻ നമ്മൾ ഓർപ്പിച്ച് നമ്മൾ അടുത്ത ശുശ്രൂഷയിലേക്ക് പോകും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തന്നെ സഹോദരിയെ വീണ്ടും പ്രാർത്ഥനയോടെ ക്ഷണിക്കും. ബിഫോർ ക്ലോസിംഗ് ദിസ് മീറ്റിംഗ് എനിക്ക് പറയാനുള്ളത് ഒറ്റ ബൈബിൾ വേർഡാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. റോമർ 12:5. അവിടെ വായിക്കുന്നത്, അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. എന്തുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇന്ന് ഇവിടെ ഇങ്ങനെ വായിക്കാനായിട്ട് ആഗ്രഹിച്ചു എന്ന് വെച്ചാൽ, നമുക്കറിയാം ഇപ്പോൾ സൂമിലുള്ളവരും ഇനിയും യൂട്യൂബിൽ കൂടി കാണുന്നവരും അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ദൈവമക്കളാണ്. നമുക്ക് ഇപ്പോൾ വളരെയേറെ സൂം പ്രോഗ്രാം, ഓൺലൈൻ പ്രോഗ്രാം, മീഡിയയെ ആത്മീയ പ്രവർത്തനങ്ങൾ അനേകം നടക്കുന്നുണ്ട്. പക്ഷേ വളരെ ദുഃഖത്തോട് പറയാനുള്ളൊരു കാര്യം, വളരെയേറെ പ്രയാസം വരുന്നതായ പല കാര്യങ്ങളും മീഡിയയിൽ കൂടി വെളിയിലോട്ട് വരുന്നുണ്ട്. നമ്മൾ ദൈവമക്കളായ നമ്മൾ, ദൈവത്തെ അറിയാത്ത അനേക ജനങ്ങൾ ഇത് കാണുന്നതാണ്. കാരണം നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും അറിയാം, രക്ഷയിലേക്ക് വന്ന രക്ഷിക്കപ്പെട്ട ഗ്രൂപ്പുകൾ തമ്മിൽ അന്യോന്യം മീഡിയയിൽ കൂടെ, ഓൺലൈനിൽ കൂടി ഫൈറ്റ് ചെയ്യുന്നത്, അവർ തമ്മിൽ സഭ്യമല്ലാത്ത വേർഡ്സ്, കമന്റുകൾ ഇടുന്നത്, അത് ദൈവമക്കളായ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അത് ദൈവത്തിൽ നിന്നല്ല. നമുക്കറിയാം അത് സാത്താനിൽ നിന്ന് വരുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, സാത്താനാണ് നമ്മളിൽ കൂടി അത് പ്രവർത്തിക്കുന്നത്, ദൈവമക്കളിൽ കൂടി പ്രവർത്തിക്കുക. കാരണം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം, അത് കൂടുതൽ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യണം. പക്ഷേ പലപ്പോഴും അതല്ല സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ ദുഃഖത്തോടു കൂടി പറയട്ടെ, നമ്മൾ ഓരോരുത്തരും വിജിലൻ്റായിട്ട്, നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിട്ടിരിക്കണം. വളരെ പ്രയാസം നിറഞ്ഞതായ ഒരു കാര്യമാണ് അത്. തന്നെ വളരെ, കാരണം നമ്മളൊക്കെയും ഞാനിപ്പോൾ വായിച്ചതുപോലെ ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. നമ്മളുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും ഒരിക്കലും ഒരാൾ പറയത്തില്ല ഞാൻ പ്രധാനപ്പെട്ടാണ്, കണ്ണ് പറയത്തില്ല ഞാൻ പ്രധാനപ്പെട്ട, നിങ്ങളാരും ഒരു രീതിയിലുള്ള ഒന്നും ഒരു പ്രയോജനമില്ല എന്ന് ഒരിക്കലും കണ്ണ് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ദൈവം തന്നിരിക്കുന്ന എല്ലാ പാർട്ടുകളും ചേർന്നെങ്കിലേ ഒരു മനുഷ്യനാകത്തുള്ളൂ. അതുപോലെയാണ് ക്രിസ്തുവിൽ ഒരു ശരീരവും അതിൻ്റെ അവയവങ്ങളുമായ നമ്മൾ അന്യോന്യം കലഹിക്കുകയും അന്യോന്യം ചെളിവാരി എറിയുന്നതുമായ ഒരു സ്വഭാവം, അത് നമ്മൾ സാത്താനാണ് പ്രവർത്തിക്കുന്നത്. ഈ അവസാന കാലഘട്ടം എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഭൂമിയുടെ അവസാന കാലഘട്ടം അങ്ങനെ വരികയില്ല. എന്നാൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ, കാരണം സാത്താൻ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവനിങ്ങനെ ഏത് രീതിയിലാണ് ദൈവമക്കളെ പരീക്ഷിക്കേണ്ടതും പല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, ബൈബിളിൽ നമ്മൾ കർത്താവിനെ ദുഷിക്കുകയും പഴിക്കുകയും ചെയ്ത പരീശന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും അതുപോലെയുള്ളതായ ഒരു ദൈവമക്കളുടെ സമൂഹം ഇപ്പോഴേ ഉണ്ടായിരിക്കുന്നു എന്ന് വളരെ ദുഃഖത്തോടു കൂടി പറയട്ടെ. പ്രത്യേകിച്ച് എക്സ്പെഷ്യലി ഈ ഓൺലൈൻ മീഡിയാസിൽ അങ്ങനെയുള്ള ആൾക്കാർ കേൾക്കുന്നവര് അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള കാലഘട്ടം കഴിഞ്ഞിരിക്കണം. നമ്മൾ കൂടുതലും എൻകറേജ് ചെയ്യുകയാണ് വേണ്ടത്. മറ്റുള്ളവരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാനാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അത് മാത്രമേ എനിക്കിപ്പം പറയാനുള്ളൂ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. നമ്മൾ ഓരോരുത്തരും അതിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. തുടർന്നും ഈ പ്രോഗ്രാം വളരെ അനുഗ്രഹമായിട്ട് തീരുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഇങ്ങനെ വളർന്നു വരുന്നതായ സഹോദരങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഈ കാൽവറി നാദത്തിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് പ്രത്യേകാല ദൈവം നന്ദി പറയുകയും ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മൾ വളർന്നു വരുന്ന ഓരോരുത്തർക്കും നമ്മൾ എൻകറേജ് ആയിരിക്കണം. നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്, അവരെ ബൂസ്റ്റപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും ഡൗൺ ആക്കുകയല്ല, പുട്ട് ഡൗൺ ചെയ്യുകയല്ല ചെയ്യേണ്ടത്.
അത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അത് ദൈവനാമത്തെ ദുഷിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ആയിരുന്നപ്പോൾ ഞങ്ങൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്, കാരണം നമ്മൾ പ്രത്യേകം പറയാറുണ്ട് മലയാളികളാണ് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. പക്ഷേ അവിടെ അമേരിക്കയിലും അങ്ങനെ പറയുന്ന സ്വഭാവമുണ്ട്. ബാക്ക് ബൈറ്റേഴ്സ് എന്ന് പറയും, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ എപ്പോഴും പറയുമ്പോഴും അവർ പറയുന്നുണ്ട്, ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട്. നമ്മളിൽ നിന്ന് എന്തും അങ്ങോട്ട് പോകുന്നു, നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. നമ്മൾ നന്മയാണ് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. അല്ല, നമ്മൾ മറ്റുള്ളവരെ ദുഷിക്കുകയും പഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അതിന് ശിക്ഷ തരാതിരിക്കുകയില്ല. അതുകൊണ്ട് ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും അതിൽ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായതിലും ഇങ്ങനെ നടക്കാൻ സാധിച്ചതിലും ഞാൻ ആദ്യമൊക്കെ ഇച്ചിരി അല്പം വറീഡായിപ്പോയി. ബട്ട് കർത്താവ് ഇത്രയും അനുഗ്രഹമായിട്ട് നടത്തുവാൻ സാധിച്ചല്ലോ. പ്രത്യേക താങ്ക്സ്. നിങ്ങൾക്ക് ദൈവം കൂടുതലായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ഇത് ആത്മീയ അനുഗ്രഹങ്ങളിലേക്ക് പോകട്ടെ. അനേകര് രക്ഷയിലേക്ക് വരുവാൻ കാരണമാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു. വളരെ പ്രത്യാശയോടെ നാം ഇതുവരെയും പ്രിയ സഹോദരിയുടെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇനിയും പറയാൻ ധാരാളമുണ്ട്, ഇനി കേൾക്കുവാൻ ധാരാളമുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ വീണ്ടും പുതിയ ഗാനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവമെല്ലാം ഇന്ന് രാത്രിയിൽ നമുക്ക് അനുകൂലമാക്കി തന്നു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കർത്താവിൻ്റെ ദാസൻ ജോയ് ജോൺ കുവൈറ്റ് അവറുകൾ നമ്മോടുകൂടെയുണ്ട്. പ്രാർത്ഥിച്ച് ആശീർവാദം പറയും എന്ന് അറിയുന്നു. മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മാമൻ ഗുരിയച്ചാൻ ചില വാക്കുകൾ ഓർപ്പിക്കുകയും ആശംസയായിട്ടും അല്ലെങ്കിൽ ക്ലോസിംഗ് ആയിട്ടും ചില കാര്യങ്ങൾ നമ്മെ ഓർപ്പിച്ച് പ്രിയ ദാസൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. പ്രിയ മാമൻ ഗുരിയച്ചാനെ എല്ലാ ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ ക്ഷണിക്കും. ദൈവനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളാണ് നമ്മളെ വിട്ട് കടന്നുപോയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവർക്ക് ഈ മീറ്റിംഗിൽ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചെറിയ മെസ്സേജും പ്രിയ സഹോദരി എഴുതിയ 5 ഗാനങ്ങളും ഇന്ന് കേൾപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടവരുത്തി. വളരെയധികം സന്തോഷമുള്ള ഒരു എപ്പിസോഡായിരുന്നു ഈ 107ാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രിയ സഹോദരിയെ വേറെ കാലങ്ങളിൽ കൂടുതൽ ദൈവകാര്യങ്ങളിൽ എടുത്തുപയോഗിക്കുവാൻ തക്കവണ്ണം ഞങ്ങളും പ്രാർത്ഥിക്കുന്നതായിരിക്കും. വളരെ അർത്ഥമുള്ള പാട്ടുകളാണ് നാം കേട്ടത്. നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിന്റെ വീണ്ടും വരവ് നമ്മളെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആ ദൈവത്തെ കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്കുണ്ടായത്. പ്രിയ സഹോദരിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വരുംകാലങ്ങളിൽ ധാരാളം ഇനി ദൈവത്തിന് വേണ്ടി എഴുതട്ടെ. മാത്രമല്ല വളരെ മനോഹരമായിട്ട് പാടുവാനുള്ള വോയിസും പ്രിയ സഹോദരിക്ക് കൊടുത്തിട്ടുണ്ട്. അത് ദൈവനാമത്തിനായിട്ട് തീരുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലുള്ള ഗാനങ്ങൾ പാടി നമ്മളെ സഹായിച്ച ജെയിംസ് കൊടുന്തര സഹോദരനും അതുപോലെ പ്രിയ മകൾ സമയത്ത് ഞങ്ങൾ അറിയിക്കുന്നു. മാത്രമല്ല മിനിസ്ട്രി ഓർത്ത് ദൈവനമായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ അനുഗ്രഹമാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ വളരെ അനുഗ്രഹമായിട്ട് നടക്കുവാൻ തക്കണം ദൈവം ഇടവരുത്തുന്നത്. പ്രതികൂല സാഹചര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. എങ്കിലും ദൈവം ഇത്രത്തോളം നടത്തി എല്ലാ മഹത്വവും കർത്താവിന് നമ്മൾ കൊടുക്കാം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും ഇന്നും കൂടി അറിയിക്കുകയാണ്. ദൈവമെങ്കിൽ അടുത്ത ആഴ്ച നമുക്കിതുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ചേരാം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ജോയ് ജോൺ സഹോദരൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ പ്രോഗ്രാം തൽക്കാലം നിർത്താം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. മഹോന്നതനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും അവിടുത്തെ നാമത്തെ ഉയർത്തുകയും ചെയ്യുന്നു. അവിടുന്ന് അത്യുന്നതനും പരിശുദ്ധനും മഹോന്നതനും രാജാതിരാജാവുമാകിയാൽ ഞങ്ങൾ അങ്ങയെ വന്ദിക്കുന്നു. അവിടുത്തെ ദിവ്യസന്നിധിയിൽ ഞങ്ങൾക്ക് വിവിധ ഇടങ്ങളിലായി ഒരുമിച്ചായിരിക്കാൻ അവിടുന്ന് ഇടയാക്കിയതിനായ സ്തോത്രം. ഈ മാധ്യമത്തിലൂടെ ഞങ്ങൾ ഓർത്തതുപോലെ കഴിഞ്ഞ
107 ശനിയാഴ്ചകളിൽ ദൈവസന്നിധിയിൽ ചേർന്ന് വന്ന് ദൈവകൃപ അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കി. ഈ ശുശ്രൂഷയ്ക്ക് ചുമൽ കൊടുക്കുവാൻ അവിടുത്തെ ദാസന്മാരെ അവിടുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സംവിധാനത്തിലൂടെ അനേകർക്ക് ദൈവികമായ സന്ദേശം ലഭിക്കുവാനും കൂട്ടായ്മ അനുഭവിപ്പാനും ആത്മീയമായ പ്രചോദനം ലഭിക്കുവാനും അവിടുന്ന് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, വീണ്ടും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ പ്രിയ സഹോദരിയുടെ സാക്ഷ്യവും അവളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ നന്മകളെയും ഉപകാരങ്ങളെയും സ്മരിക്കുവാനും കർത്താവ് തൻ്റെ ഹൃദയത്തിൽ നൽകിയതായ ഗാനങ്ങൾ അത് ദൈവജനത്തിന് അനുഗ്രഹമായി അത് കേൾക്കുവാനും അവിടുന്ന് ഇടയാക്കി അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ മകളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമുള്ള അവിടുത്തെ ദിവ്യമായ പദ്ധതിക്കായി സ്തോത്രം. അവർ നടത്തിയ വഴികൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ദീർഘവർഷങ്ങൾ സ്റ്റേറ്റ്സിലായിരുന്നുവെങ്കിലും നാട്ടിലേക്ക് മടങ്ങിയെത്തി വ്യത്യസ്തമായൊരു ജീവിതത്തിൽ അവർ ആയിരിക്കുമ്പോൾ അവിടുത്തെ പ്രത്യേകമായ കൃപയും അനുഗ്രഹവും നൽകണം. കുടുംബമായി അനുഗ്രഹിക്കണം, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ മഹത്വത്തിന് വേണ്ടി ഒരുമിച്ച് നിൽപ്പാൻ അവരെ അവിടുന്ന് അധികമായി സഹായിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏർപ്പെട്ട് ചെയ്യുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ധാരാളം ഗാനങ്ങൾ എഴുതുവാൻ ഇടയാക്കണമേ. താൻ എഴുതിയിട്ടുള്ള ഗാനങ്ങൾ കേട്ട് അനേകർക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ ഇനിയും അവിടുന്ന് ഇടയാക്കണമെന്ന് നിങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കർത്താവ്, ഇന്നത്തെ ശുശ്രൂഷയിൽ അവിടുത്തെ കൃപ വ്യാപരിച്ചതിനായി സ്തോത്രം. പ്രാരംഭത്തിൽ അല്പമായ തടസ്സങ്ങൾ നേരിട്ടുവെങ്കിലും കർത്താവ് ശുശ്രൂഷയ്ക്ക് മുടക്കം വരാതെ കാര്യങ്ങൾ നിയന്ത്രിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയ സഹോദരൻ ജെയിംസ് കൊടുന്തറയ്ക്കും പ്രിയ മകൾ അക്സയ്ക്കും മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായും അനുകൂലമായ സാഹചര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അവരെയും അവർ ചെയ്യുന്ന ആത്മീയ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കർത്താവെ, ഈ കാൽമറിനാഥ മിനിസ്ട്രി കണ്ടക്ട് ചെയ്യുന്ന പ്രിയ സഹോദരൻ സന്തോഷിനെയും പ്രിയ റോയിച്ചാനെയും ഓർക്കുന്നു. അവർ ഇതിനു വേണ്ടി നാളുകളായി ചുമൽ കൊടുക്കുകയും അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുകയും ചെയ്യുന്നത് അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടിയായി തീർന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ്, അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ, ആത്മീയമായ പ്രചോദനം പ്രാപിക്കുവാൻ കർത്താവ് ഇതൊരു മുഖാന്തരമായിട്ട് ഉപയോഗിക്കുന്നു. അതിനായി സ്തോത്രം. ഈ ശുശ്രൂഷ ഓർക്കണം. ഇതോട് ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റ് എല്ലാ മിനിസ്ട്രീസിനെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. അവിടുത്തെ അനുഗ്രഹം ചൊരിയണമേ. ഈ രാത്രി അവിടുത്തെ സന്നിധിയിലായിരുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ചേർന്ന് വന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപ ഓരോരുത്തർക്കും നൽകി ഞങ്ങളുടെ കർത്താവിൻ്റെ വരവ് വരെ, ഞങ്ങളുടെ ഈ ഭൂമിയിലെ ആയുസിൻ്റെ അന്ത്യം വരെയും അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ അങ്ങയുടെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ യാചിക്കുന്നു. തിരുവണമെങ്കിൽ കർത്താവ് അടുത്ത ആഴ്ചയും വീണ്ടും ഞങ്ങൾക്ക് ചേർന്ന് വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവസരങ്ങളെ തരണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് ഏവരോടും കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. സകല മാനവും മഹത്വവും ഞങ്ങൾ അവിടുത്തെ പാദത്തിൽ വയ്ക്കുന്നു. ഞങ്ങൾക്കായി ജീവനെ തന്നെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ വളരെ വിനയമായി പ്രാർത്ഥിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മുടെ എല്ലാവരോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.